നമസ്കാരം. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ CAG റിപ്പോർട്ട് എടുത്ത് കണക്ക് പറയുമ്പോൾ അത്യാവശ്യം വേണ്ട ഒരു സംഭവമുണ്ട്. മിനിമം സാമൂഹ്യ ബോധം എന്നാണ് ആ സംഭവത്തിന്റെ പേര്. സംസ്ഥാനത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ച് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ പുതിയ റിപ്പോർട്ടുണ്ട്. അതിന്റെ ആമുഖത്തിൽ പറയുന്ന കണക്കുകൾ നോക്കുക. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന 131 പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ മുടക്കിയിരിക്കുന്നത് 22,318 കോടി രൂപ. ഇതിൽ 77 എണ്ണം മാത്രം ചേർന്നുണ്ടാക്കിയ സഞ്ചിത നഷ്ടം 11,227 കോടി 4 ലക്ഷം രൂപ. ഈ കണക്ക് കേട്ടാൽ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി പിടിയാവിലേക്ക് വിൽക്കാൻ ആരും പറഞ്ഞു പോകും. പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വെള്ളാനകളാണ് എന്ന പൊതുബോധം ഉറച്ചുപോയതാണ് അതിനു കാരണം. ഇനി ഇതിൻ്റെ ഒരു മറുവശം കാണുക. 131 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ 77 എണ്ണവും ചേർന്നുണ്ടാക്കിയ സഞ്ചിത നഷ്ടം 18,026 കോടി രൂപ. പൂട്ടാൻ വേറെ എന്തെങ്കിലും കാരണം വേണോ എന്ന് കണക്കു കാണുന്ന ആരും ചോദിച്ചു പോകും. KSRTC 2015-16 എന്ന ഒറ്റ വർഷം മാത്രമുണ്ടാക്കിയ നഷ്ടം 1,007 കോടി 18 ലക്ഷം രൂപയാണ്. അതിങ്ങനെ വർഷാവർഷം നഷ്ടം തുടർന്നു പോരുന്നു. അതുകൊണ്ട് KSRTC പൂട്ടി മുഴുവൻ ബസ്സുകളും പാട്ടവിലയ്ക്ക് വിൽക്കാൻ ആരെങ്കിലും പറയുമോ? KSRTC ലാഭത്തിലാക്കാൻ ഒരു മാർഗമുണ്ട്. ഇപ്പോഴുള്ള ടിക്കറ്റ് നിരക്ക് ഇരട്ടിയാക്കിയാൽ മതി. ആ പണം കൊടുക്കാൻ സംസ്ഥാനത്ത് എത്ര പേർക്ക് ആവതുണ്ട്? സ്പോട്ട് ലൈറ്റ് ആരംഭിക്കുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണം. KSRTC ലാഭത്തിലാക്കുമോ എന്ന് ചുമതല ഏറ്റെടുക്കുന്ന ഓരോ ഗതാഗത മന്ത്രിയോടും ചോദ്യമുയരും. എന്നാൽ സ്കൂളുകൾ ലാഭത്തിലാക്കുമോ എന്ന് വിദ്യാഭ്യാസ മന്ത്രിയോട് ആരും ചോദിക്കില്ല. സർക്കാർ ആശുപത്രികൾ ലാഭത്തിലാക്കുമോ എന്ന് ആരോഗ്യമന്ത്രിയോടും ചോദിക്കാറില്ല. PWD ലാഭത്തിലാക്കാൻ വകുപ്പ് മന്ത്രി ഇറങ്ങിയാൽ റോഡുകളിലെ ഓരോ കിലോമീറ്ററിലും ടോൾ ബൂത്തുകൾ ഉയരേണ്ടി വരും. നമ്മുടെ സ്കൂളും സർക്കാർ ആശുപത്രികളും റോഡുകളും പോലെ KSRTCയും ലാഭമുണ്ടാക്കാനുള്ള സ്ഥാപനമല്ല എന്ന ബോധം നമുക്കുണ്ടാകാത്ത കാലത്തോളം ഈ മേഖലയിൽ മുന്നോട്ടു പോകാൻ കഴിയില്ല. സംസ്ഥാന സർക്കാർ വിമാന കമ്പനി തുടങ്ങുന്നു എന്ന കേട്ടപാടെ ആദ്യം KSRTC ലാഭത്തിലാക്കി കാണിക്ക് എന്ന വെല്ലുവിളി ഉയരും. സത്യത്തിൽ KSRTC ലാഭത്തിലാക്കുകയല്ല വേണ്ടത്. ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരമാകുന്ന നിലയിലേക്ക് വളരുകയാണ് വേണ്ടത്. നിരക്ക് കുറയ്ക്കാൻ പറ്റുമെങ്കിൽ കുറയ്ക്കുകയാണ് വേണ്ടത്. അതിന് വരുന്ന ചെലവ് റോഡിനും സ്കൂളിനും ആശുപത്രിക്കും മുടക്കുന്നത് പോലെ സർക്കാർ മുടക്കുകയാണ് വേണ്ടത്. പകരം KSRTC പൂട്ടിക്കെട്ടണമെന്നും റൂട്ടുകളെല്ലാം സ്വകാര്യവൽക്കരിക്കണമെന്നും പറയുന്നത് ആരെ സഹായിക്കാനാണ്? ബംഗളൂരു എറണാകുളം റൂട്ടിൽ ഈ വിഷു ഈസ്റ്റർ ദിവസങ്ങളിൽ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അറിയാം തീവെട്ടിക്കൊള്ള. 1,500 രൂപയ്ക്ക് യാത്ര ചെയ്യാവുന്ന റൂട്ടിൽ 6,000 കൊടുക്കേണ്ടി വരുന്ന ആ കൊള്ള ഒഴിവാക്കാനാണ് ഈ നാട്ടിൽ പൊതുമേഖല നിലനിൽക്കേണ്ടത്. സംസ്ഥാനത്ത് 149 പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. അതിൽ പ്രവർത്തിക്കാത്ത 18 എണ്ണം കഴിഞ്ഞാൽ ബാക്കി 131. ഈ 131 സ്ഥാപനങ്ങളിലെയും ബിസിനസ് മോഡൽ പഠിച്ച് നഷ്ടത്തിലോടുന്നത് പൂട്ടാനാണ് CAG നിർദ്ദേശിക്കുന്നത്. നഷ്ടത്തിലോടുന്ന KSRTC എടുക്കുക. ഇതിൽ കുറഞ്ഞ നിരക്ക് വാങ്ങുന്ന സ്വകാര്യ ബസ്സുകൾ ലാഭത്തിലോടുന്നില്ലേ എന്നാകും ചോദ്യമുയരുക. ഒരു KSRTC ബസ് എടുക്കുക. അതിന്റെ ഡ്രൈവർക്കും കണ്ടക്ടർക്കും ലഭിക്കുന്നത് രാജ്യത്തെ തന്നെ മികച്ച ശമ്പളമാണ്. അത്രയും കുടുംബങ്ങളെ ആ നിലയിൽ ജീവിക്കാൻ അനുവദിക്കുകയല്ലേ വേണ്ടത്? അവർക്ക് സമയത്ത് ശമ്പളം നൽകി കൂടുതൽ സുരക്ഷിതരാക്കാനല്ലേ സർക്കാർ ശ്രമിക്കേണ്ടത്? KSRTCയുടെ ഏറ്റവും വലിയ ബാധ്യത എന്താണ് എന്ന് ചോദിച്ചാൽ അത് ശമ്പളവും പെൻഷനുമാണ്. ഏതെങ്കിലും സ്വകാര്യ ബസ് ഉടമകൾക്ക് പെൻഷൻ നൽകേണ്ടി വരുന്നുണ്ടോ? സംസ്ഥാന സർക്കാർ KSRTCക്ക് നൽകുന്ന തുകയിലെ ബഹുഭൂരിപക്ഷവും ശമ്പളവും പെൻഷനും നൽകാനാണ് ഉപയോഗിക്കുന്നത്. അത് വേണ്ട എന്ന് വച്ചാൽ അത്രയും കുടുംബങ്ങൾക്ക് കൂടി സുരക്ഷിതമായി ജീവിക്കാനുള്ള സാഹചര്യമല്ലേ ഇല്ലാതാകുന്നത്? സ്വകാര്യ കമ്പനികളും കോർപ്പറേറ്റ് കമ്പനികളും നഷ്ടത്തിൽ കൊണ്ടു നടക്കാൻ ആവില്ല. അങ്ങനെ കൊണ്ടു നടന്നാൽ ഉടമ കൂടുതൽ പാപ്പരും കടക്കാരനും ആകുമെന്നേയുള്ളൂ. എന്നാൽ ആ മാനദണ്ഡമല്ല പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉണ്ടാകേണ്ടത്. KSRTCയും KSEBയും വാട്ടർ അതോറിറ്റിയും പോലുള്ള സ്ഥാപനങ്ങൾ ജനങ്ങൾക്കാണ് ലാഭമുണ്ടാക്കേണ്ടത്. ജനങ്ങൾക്ക് എന്തു ലാഭം കിട്ടുന്നു എന്ന് നോക്കിയാകണം അവയുടെ പ്രവർത്തന മികവ് അളക്കേണ്ടത്. കൊച്ചി മെട്രോ ഓടിത്തുടങ്ങിയിട്ട് ഇത്ര വർഷമായി, ഉണ്ടാകുമെന്ന് പറഞ്ഞ ലാഭം എവിടെ എന്ന് ചോദിക്കുന്നതിൽ എന്താണ് അർത്ഥം?
കൊച്ചി മെട്രോ ലോകത്തിലെ ഉയർന്ന നിലവാരത്തിലുള്ള ഒരു ഗതാഗത സംവിധാനം നാടിന് തരികയാണ്. അത് ഉപയോഗിക്കാവുന്ന വിധത്തിലേക്ക് മുഴുവൻ ജനതയും എത്തുമ്പോഴാണ് അത് ലാഭത്തിലാവുക. വല്ലപ്പോഴും ഒരിക്കൽ മെട്രോ ഉപയോഗിക്കുന്നവർക്ക് കൂടി പതിവായി യാത്ര അതിലാക്കാൻ കഴിയുമ്പോഴാണ് പദ്ധതി വിജയമാണ് എന്ന് പ്രഖ്യാപിക്കുന്നത്. ജനങ്ങളുടെ പക്ഷത്ത് നിന്നുള്ള ഈ ചിന്ത ഇല്ലാത്തതുകൊണ്ടാണ് പൊതുമേഖല അങ്ങ് പൂട്ടുകയല്ലേ നല്ലത് എന്ന അഭിപ്രായങ്ങൾ ഉയരുന്നത്. പൂട്ടുന്നതിന് പകരം വിറ്റൊഴിച്ചാലോ എന്ന ചോദ്യമാണ് കേന്ദ്ര സർക്കാർ ഉയർത്തിയത്. 1992 തുടങ്ങിയ വിൽപ്പന ഇപ്പോൾ റെയിൽവേയിൽ കൂടി പൂർണ്ണതയിൽ എത്തുകയാണ്. പക്ഷേ സംസ്ഥാനത്തെ നഷ്ടത്തിലോടുന്ന എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളും വിറ്റൊഴിക്കാൻ കഴിയുന്നവയല്ല. KSRTCയിൽ സ്വകാര്യ നിക്ഷേപം വന്നാൽ ലാഭം മാത്രമാകും നടത്തിപ്പ് മാനദണ്ഡം. ലാഭം കിട്ടാനായി KSRTC നടത്താൻ തുടങ്ങിയാൽ ആദ്യമില്ലാതാകുന്നത് വിദ്യാർത്ഥികൾക്കുള്ള നിരക്കിളവാകും. മുഴുവൻ തുകയും നൽകി പഠിക്കാൻ കഴിയുന്ന എത്ര കുട്ടികളുണ്ട് കേരളത്തിൽ? 80% കുട്ടികളുടെയും വിദ്യാഭ്യാസത്തെ അത് ബാധിക്കും. സ്വാശ്രയ കോളേജിൽ പോകുന്നവർ ബസ്സിനും മുഴുവൻ തുക നൽകട്ടെ എന്നൊക്കെ പാനൽ ചർച്ചകളിൽ ബസ് ഉടമകൾ പറയാറുണ്ട്. വായ്പയെടുത്തും വിറ്റുപെറുക്കിയും സ്വാശ്രയ കോളേജിലേക്ക് കുട്ടികളെ അയക്കേണ്ടി വരുന്ന രക്ഷിതാക്കളാണ് കേരളത്തിൽ കൂടുതൽ എന്ന സത്യം മറക്കാൻ കഴിയുമോ? സ്വകാര്യ നിക്ഷേപം ആലോചിക്കാൻ കഴിയാത്ത മേഖലകളാണ് KSRTCയും KSEBയും. വൈദ്യുതി ബോർഡ് കേന്ദ്ര നിർദ്ദേശമനുസരിച്ച് കമ്പനിയായി കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും സംസ്ഥാനത്തിന്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ്. ആ സ്ഥിതി മാറി സ്വകാര്യ നിക്ഷേപം എത്തിയാൽ വീടുകളിലെ വൈദ്യുതി നിരക്ക് ഇരട്ടിയെങ്കിലുമാകും. അത് താങ്ങാൻ എത്ര പേർക്ക് കഴിയും? KSRTC കട്ടപ്പുറത്തിരിക്കട്ടെ എന്ന് ഇപ്പോഴും വാദിക്കുന്നവർ ജനങ്ങൾക്ക് ബദൽ യാത്രാ മാർഗം കൂടി ഒരുക്കി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.